ഹായ്, ലാസ്റ്റ് വീക്ക് നമ്മൾ ഗർഭാശയ മുഴകൾ അഥവാ ഫൈബ്രോയിഡ്സിനെ കുറിച്ചുള്ള ഒരു ബ്രോഡ് ആയിട്ട് ഒരു ഔട്ട്ലുക്ക് നമ്മൾ കണ്ടു. അതിൻ്റെ വിവിധ തരം ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു, എസ്പെഷ്യലി യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളിസേഷൻ. ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളിസേഷൻ, അതായത് അഡ്വാൻസ്ഡ് പിൻഹോൾ ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെൻറ്റ്, ഗർഭാശയ മുഴകൾക്കുള്ള പിൻഹോൾ ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കുറച്ചുകൂടി നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും അത് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻ്റ് എക്സ്പീരിയൻസും എങ്ങനെയാണ് അതിൻ്റെ ചേഞ്ചസും എന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഞാൻ ഡോക്ടർ ടോം ജോർജ്, കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളിസേഷൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുതരം ക്യൂരിയോസിറ്റിയും അതിശയവുമാണ്. ഈ പിൻഹോളിലൂടെ എങ്ങനെയാണ് ഫൈബ്രോയിഡ് ചികിത്സിക്കാനാവുക? അതെ, ഇന്നത്തെ ഡിസ്കഷനിൽ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളിസേഷൻ എന്ന പിൻഹോൾ ചികിത്സയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഫൈബ്രോയിഡ് എംബോളിസേഷൻ ചെയ്ത ഒരു കേസ് ഡിസ്കസ് ചെയ്യാം. ഇതൊരു 48 വയസ്സുള്ള ഒരു ലേഡിയായിരുന്നു. അവർ മെൻസസിൻ്റെ സമയത്ത് സിവിയർ ബ്ലീഡിങ് ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അവർക്ക് യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഇത് അവരുടെ MRI സ്കാനാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇത് യൂട്രസ് ആണ്. യൂട്രസിലെ വലിയ കറുത്ത കളറിൽ കാണുന്ന ഒരു വലിയ ഫൈബ്രോയിഡ് ആണ്. ഇതുകൂടാതെ മൾട്ടിപ്പിൾ കറുത്ത കളറിലുള്ള മുഴകൾ നമുക്കിവിടെ കാണാം. ഇതെല്ലാം ഫൈബ്രോയിഡുകളാണ്. മൊത്തത്തിൽ അവർക്കൊരു 8 മുതൽ 10 ഫൈബ്രോയിഡുകൾ വരെ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളിസേഷൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സിംഗിൾ സെഷൻ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ചികിത്സിക്കാനാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ലേഡിയുടെ പ്രൊസീജിയറിൻ്റെ ഇടയിലുള്ള ആൻജിയോഗ്രാം ഇമേജസ് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഇത് ചെറിയ വയേഴ്സ് അഥവാ ട്യൂബ്സ് ഉപയോഗിച്ച് നമ്മൾ യൂട്രസിൻ്റെ രക്തക്കുഴലിന് അകത്ത് ചെന്ന് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഈ രക്തക്കുഴലിലൊക്കെ അബ്നോർമലായിട്ട് വികസിച്ച് ഫൈബ്രോയിഡിലേക്ക്, മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സിലേക്ക് പോകുന്ന ബ്ലഡ് ഫ്ലോ ആണ് കാണിക്കുന്നത്. ഇത് വളരെയധികം അബ്നോർമലായിട്ടുള്ള രക്തക്കുഴലുകളാണ്. UFE ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു പിൻഹോൾ പ്രൊസീജിയറാണ്. അതായത് നമ്മൾ കയ്യിലെയോ കാലിലെയോ ഒരു രക്തക്കുഴൽ വഴിയാണ് നമ്മളിതൊരു ആൻജിയോഗ്രാം പ്രൊസീജിയർ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വയേഴ്സ്, കത്തീറ്റേഴ്സ് മുതലായ ഉപകരണങ്ങൾ ആണ് ഉപയോഗിക്കുന്നത്. കൃത്യമായി നമ്മൾ എക്സ്റേയിൽ വിഷ്വലൈസ് ചെയ്ത് യൂട്രസിലേക്കുള്ള രക്തക്കുഴൽ വഴി നമ്മൾ ചെന്നെത്തി ഫൈബ്രോയിഡിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നമ്മൾ കണ്ടുപിടിക്കുകയും അതിൽ നമ്മൾ മണൽത്തരി പോലത്തെ ചില മെഡിക്കൽ പാർട്ടിക്കിൾസ് നമ്മളിട്ട് ആ രക്തക്കുഴൽ ഫ്ലോ നമ്മൾ ഫൈബ്രോയിഡിലേക്കുള്ള നല്ല രീതിയിൽ നമ്മൾ കുറയ്ക്കുകയും സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ബ്ലഡ് ഫ്ലോ കുറച്ച് നിർത്തുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ എംബോളൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഫൈബ്രോയിഡിലേക്കുള്ള രക്തോട്ടം സ്റ്റോപ്പ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ രക്തോട്ടം നല്ല രീതിയിൽ കുറഞ്ഞ് നിൽക്കുന്ന ഫൈബ്രോയിഡുകളുടെ വലിപ്പം നല്ല രീതിയിൽ കുറയുകയും അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള ഏരിയ ഫുൾ ഡെഡ് ആവുകയും നശിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പേഷ്യൻറ്റിൻ്റെ രോഗലക്ഷണങ്ങൾ നല്ല രീതിയിൽ മാറുന്നു. ഇതാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ട്രീറ്റ്മെൻറ്റ്. ഈ ലേഡിയിൽ നമ്മൾ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതായത് ഈ രക്തക്കുഴലിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഡിസിൻ ഇഞ്ചെക്റ്റ് ചെയ്ത് ആ രക്തക്കുഴലിലെ രക്തോട്ടം നല്ല രീതിയിൽ കുറഞ്ഞു. അതിനുശേഷം ഈ കാണുന്നത് പോലെയുള്ള ആൻജിയോഗ്രാം ഇമേജിൽ യൂട്രസിലേക്കുള്ള രക്തക്കുഴലിലെ ഫ്ലോ അവിടെ തന്നെ പ്രിസർവ് ചെയ്തുകൊണ്ട് നേരത്തെ കണ്ട അബ്നോർമൽ രക്തക്കുഴലിൽ തീർത്തും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ട്രീറ്റ്മെൻറ്റ് ഒരു പിൻഹോൾ നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ലേഡീനെ നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്തു. അവർ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇനി ഇവർ 1 മാസത്തിന് ശേഷം തന്നെ ഇവരുടെ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് കംപ്ലീറ്റ്ലി നോർമലൈസ് ആവുകയും അവരെൻ്റെ അടുത്ത് ഫോളോ അപ്പിന് വന്നു. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ട്രീറ്റ്മെൻറ്റിനെ നമുക്ക് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ട്രീറ്റ്മെൻറ്റ് ഡെലിവറിക്ക് ശേഷം അഥവാ അബോർഷന് ശേഷം ഒരുപക്ഷെ സ്ത്രീകളിൽ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായാൽ അത് നിർത്താൻ ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയറായിട്ട് ചെയ്യാവുന്നതാണ്. ഈ ചികിത്സ പ്രചാരത്തിന് വരുന്നതിന് മുമ്പേ ഒരുപക്ഷെ യൂട്രസ് അഥവാ ഗർഭാശയം എമർജൻസി ആയിട്ട് റിമൂവ് ചെയ്യലിൽ മാത്രമേ ഒരു ഓപ്ഷനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ട്രീറ്റ്മെൻറ്റ് പ്രചാരത്തിൽ വന്നതിന് ശേഷം ബ്ലീഡിങ് സക്സസ്ഫുള്ളി നിർത്താനും പറ്റും.
എന്നാൽ സ്ത്രീക്ക് വീണ്ടും ഗർഭം ധരിക്കാനുള്ള ഒരു ഓപ്ഷനും നമ്മൾ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.